സെഗ്മെൻറ്റിൽ പുതിയതായിട്ട് വന്ന പിക്കപ്പാണ് മാക്സ് എന്ന് പറഞ്ഞ മോഡൽ. അതിൽ LX-ഉം VX എന്ന് പറഞ്ഞ 2 വേരിയൻ്റാണ് നമ്മൾ. മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ക്രോം ഫിനിഷാണ്. ഈ ക്രോം ഫിനിഷ് VX-നകത്ത് മാത്രം വരുന്ന ഒരു സംഭവമാണ്. മറ്റേതിനകത്ത് നമുക്ക് വരുമ്പോൾ അത് ക്രോമല്ല, വേറൊരു സെഗ്മെൻറ്റിൽ ഒരു ഇതായിട്ട് വരും. പിന്നെ മെയിനായിട്ട് ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോറിൽ ഗ്രാഫിക്സ് വരുന്നുണ്ട് VX-നകത്ത്. പിന്നെ അതുപോലെ തന്നെ LX-നകത്തും VX-നകത്തും 3 പേർക്ക് സഞ്ചരിക്കാനുള്ള പെർമിറ്റാണുള്ളത്. രണ്ട് വേരിയൻറ്റിലും സെയിം മൈലേജാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് 3 പേർക്ക് സഞ്ചരിക്കാനുള്ള പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സൈൻ വരുന്നുണ്ട്, ഇതിനകത്ത് ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു VX-നകത്ത് മേജറായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോർണറിങ് ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളവ് തിരിക്കുന്ന സമയത്തൊക്കെ കുറച്ചുകൂടെ വിഷ്വലിറ്റി കിട്ടും. മെയിനായിട്ട് മാക്സ് VX-നകത്ത് വരുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ IMAX ടെക്നോളജി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ വണ്ടി എവിടെയാണോ ഉള്ളത് എന്ന് പറഞ്ഞ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓണർക്ക് വണ്ടി പോകുന്ന വഴിയും ഒരു കൺസൈൻമെൻ്റ് ഉണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് ഓണറെങ്കിൽ അയാൾക്ക് എവിടെയെങ്കിലും കൊണ്ട് സാധനം എത്തിക്കണമെങ്കിൽ ഈ വണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ IMAX ടെക്നോളജി വെച്ച് നമ്മുടെ ഡ്രൈവർക്ക് നമ്മുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുകയും അദ്ദേഹം അതുവഴി കറക്റ്റ് ലൊക്കേഷൻ എത്തിച്ചേരുകയും ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഒരുപാട് ഈസി റോഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല ഇതുപോലൊരു വെഹിക്കിളിൽ നമുക്ക് ഏത് ഊട് വഴി വേണമെങ്കിലും കയറി പോകാൻ പറ്റും. അതുകൊണ്ട് ചെറിയ റോഡുകൾക്ക് അനുയോജ്യമായിട്ടാണ് ഇതിൻ്റെ ബോണറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വരെയുള്ളതിൻ്റെയാണ് നമുക്ക് ഇതിനകത്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടയർ സൈസ് വരുന്ന 15 ഇഞ്ച് ടയറാണ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വണ്ടി ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ലോഡ് ക്യാരി ചെയ്യാൻ ഏറ്റവും കേപ്പബിലിറ്റി ആയിട്ടുള്ള ടയർ സൈസാണ് 15 ഇഞ്ച് ടയർ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സസ്പെൻഷൻ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് 8 ലീഫ് സസ്പെൻഷനാണ് വരുന്നത്. അത് തന്നെ ഓവർ സ്ലാങ് സസ്പെൻഷനാണ്. നമ്മുടെ ആക്സിലിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ലീഫ് വരുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഗുണം എന്തോന്ന് വെച്ചാൽ നമ്മൾ ലോഡ് കയറ്റുന്ന സമയത്ത് നമുക്ക് വണ്ടി ഒരു ചെറിയ ചതുപ്പൊക്കെ ആണെങ്കിൽ കിടന്ന് കറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു നേരത്തെ മാക്സി ട്രക്ക് പോലത്തെ വെഹിക്കിളിലൊക്കെ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ചാൻസേ കാണുന്നില്ല. നമ്മുടെ ഈ ലീഫ് മുകളിലായതുകൊണ്ട് ആ വരുന്ന വെയിറ്റ് നമ്മുടെ ആക്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ശക്തിയായിട്ട് തടഞ്ഞു നിർത്തുന്ന രീതിയിൽ ഒരു ടാങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നമുക്ക് വണ്ടി ഈസി ആയിട്ട് ആ ലോഡിനെ ഇരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടി കയറി വരാനുള്ള ചാൻസ്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് 17.3 കിലോമീറ്റർ മൈലേജ് കമ്പനി പറയുന്നത്. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടെയിൽ ലൈറ്റ് എന്ന് പറയുന്ന LED ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ പിക്കപ്പിലെ പോലെ ഹാലജൻ ലൈറ്റ് ഒന്നുമല്ല, LED ലൈറ്റാണ് നമ്മൾ ഇത്തവണ പുതിയ പിക്കപ്പിൽ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ സാധാരണ സൈഡിൽ താഴെയൊക്കെ ആയിരുന്നു മാക്സി ട്രക്കിൻ്റെ നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ നമ്മൾ മേളിൽ തന്നെ വളരെ വ്യൂ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. മാക്സ് VX-ൻ്റെ ഉൾഭാഗമാണ്. അതായത് ക്യാബിൻ സ്പേസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്.
നോർമൽ പിക്കപ്പിനകത്ത് വരുന്നതിനെക്കാട്ടിലും ഇതിന് ക്യാമിന് കുറച്ചുകൂടെ സ്പേസ് കൂടുതലാണ്. അതായത് 3 പേർക്ക് സഞ്ചരിക്കാനുള്ള ഒരു പെർമിറ്റ് നമ്മുടെ ഈ വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. അതിനുള്ള ഒരു പെർമിറ്റ് നമ്മുടെ പോലെ RC ബുക്കിലും അതിനുള്ള ഒരു പെർമിറ്റ് നമുക്ക് ലഭിക്കും. അതായത് നല്ല നീണ്ട ഒരു കാല് നീട്ടിയിരിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ക്യാബിൻ സ്പേസിനകത്ത് കിട്ടുന്നുണ്ട്. 3 പേർക്ക് സൗകര്യപ്രദമായിട്ട് ഇരിക്കാം. അതുപോലെ തന്നെ ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് വളരെ ഉപകാരമാണ്. നമുക്കത് ലോക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ 12 വാട്ടിൻ്റെ ഒരു ചാർജർ പോയിന്റ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് നമുക്ക് വരുന്നത്. അതിൽ എല്ലാ വാണിംഗും നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ റീജനറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നില്ല. അതായത് നോർമൽ പിക്കപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റീജനറേഷൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നമുക്ക് വരുന്നത്. ഇതിനകത്ത് ആ ബട്ടൺ വരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റണ്ണിങ്ങിൽ തന്നെ റീജനറേഷൻ ആവുന്നുണ്ട്. അതായത് നമുക്ക് ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എല്ലാ വണ്ടിയിലും ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ആഡ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു സംഭവം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പിക്കപ്പിന് അതിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷനും ഇല്ല. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ആ റീജനറേഷൻ ആവുന്നുണ്ട്. മെയിനായിട്ട് പിന്നെ ഇതിനകത്ത് ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷനാണ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മുടെ സീറ്റിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈഡിൽ അതിൻ്റെ ഒരു ചെറിയൊരു സൈഡിൽ ഒരു ബാർ വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റ് താഴോട്ടും, ഇപ്പം ഹൈറ്റ് കൂടിയ ഒരാളാണെങ്കിൽ അയാൾക്ക് ഓടിക്കാൻ സീറ്റ് താഴോട്ടും നമുക്ക് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് സ്ലൈഡിങ് ഓപ്ഷൻ. അതായത് പുറകിലത്തെ നമ്മുടെ വിൻഡോ നമുക്ക് സ്ലൈഡ് ചെയ്യാം. അതുവഴി നമുക്ക് കുറച്ചുകൂടെ എയർ സർക്കുലേറ്റ് ചെയ്യും അകത്തോട്ട്. നമുക്ക് അല്ലെങ്കിലും നമ്മുടെ ക്യാബിനകത്തൊന്നും ചൂട് ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മുടെ എൻജിൻ ബോണറ്റിൽ വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ ചൂട് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ പിന്നെ വേറൊരു പിക്കപ്പിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ പിക്കപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു ഡിസ്പ്ലേ, അതായത് ഇപ്പോൾ വരുന്ന ഏതാണല്ലേ നമുക്കൊരു ഡിസ്പ്ലേ ഇപ്പോൾ വരുന്ന കാറിനകത്തെ പോലെ തന്നെ നമുക്കൊരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കൊരു ഓപ്ഷൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷന് പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഫോൺ അതിൻ്റെ മാപ്പ് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേറൊരു ഫോൺ ഹോൾഡറൊക്കെ സെറ്റ് ചെയ്ത് ഇതാക്കുന്നതിൽ നല്ലത് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്ത് നമുക്ക് അതിലിങ്ങനെ നമുക്ക് അതുപോലാണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് സൗണ്ട് ചെയ്യാം.